ചോറ് വേണം, ഇച്ചിരി കപ്പയില്ല തോന്നുന്നേ. ഇരിക്കുന്ന വെച്ചേ അതിന്റെ ആർ കഴിക്കാനാ? ചോറ് നാളെ കഴിക്കാം. ഞാൻ വല്ലപ്പോഴല്ലേ രാഗ്രാം പറയുന്നത്. പറയാം. ഇച്ച എനിക്ക് കപ്പ ബിരിയാണി ഉണ്ടാന്ന് തോന്നുന്നു. അത് തരാമേ. ഇപ്പൊ എന്നതിനാ കപ്പ ബിരിയാണി? ഉച്ചയായില്ലേ, ചോറല്ലേ ഉണ്ടാൻ പോകുന്നത്? പ്ലീസ്, എപ്പോഴെപ്പോഴല്ലോ, വല്ലപ്പോഴല്ലേ. ഒരു നട്ടുച്ചയ്ക്ക് അതിന് ആര് കട തുറന്നു വെക്കാനായിട്ടാ? നമുക്ക് നോക്കാന്നേ. നോക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഏത് കാട്ടിപ്പോയി ഇപ്പൊ കപ്പ ബിരിയാണി വാങ്ങിച്ചിട്ടില്ല, ഞാൻ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരണ്ടേ അപ്പൊ പോയിട്ട്. വാ നമുക്ക് നോക്കാം. ആ നോക്കട്ടെ, ഉണ്ടാക്കി വാങ്ങിച്ചിട്ട് വരാം, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ചോറ്. എൻ്റെ പോനോ എത്ര കടയിൽ കയറി ഇറങ്ങിയെന്നറിയാം. ഒരു കടയിൽ പോലും കപ്പ ബിരിയാണിയിൽ ഉച്ചയ്ക്ക്. അവസാനം ഞങ്ങൾ കുറച്ച് എല്ലും വാങ്ങിച്ചു. വഴി കൂടെ കണ്ടപ്പോൾ നടന്നു വന്നപ്പോൾ കുറച്ച് കപ്പയും കണ്ടു, അതുകൂടെ വാങ്ങിച്ചു. വീട്ടിൽ പോയി ബാക്കി പരിപാടി നോക്കാമെന്ന് വെച്ചു. കപ്പ ബിരിയാണി പഠിക്കാൻ പോയിട്ട് കപ്പയിലോട്ട് വന്നോ? കപ്പ ബിരിയാണി അന്വേഷിച്ച് പോയിട്ട് കപ്പ ബിരിയാണി കിട്ടിയില്ല. അതുകൊണ്ട് ഉള്ള കപ്പയും ഉള്ള ഇല്ലും വാങ്ങിച്ചു തോന്നുന്നു. അമ്മച്ചി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. ഞങ്ങൾ ഉണ്ടാക്കിയത് ടേസ്റ്റ് വരത്തില്ല, ഞങ്ങൾ സഹായിക്കാം. ഇത്ര ഞാൻ ചോറ് കുറേ ഉണ്ടാക്കിയാൽ മടുത്തു, ഇനി കപ്പയിലുണ്ടാക്കണം. അമ്മച്ചി ഒരു തവണ ഓക്കെ, ഇനി മേലായിട്ടാണ് ഉണ്ടാക്കി തരാം. ഇപ്രാവശ്യത്തിൽ ഉണ്ടാക്കി തരാം. ആയോ അമ്മച്ചി സ്പെഷ്യൽ കപ്പ ബിരിയാണി നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ അമ്മച്ചി സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് കഴുകിക്കൊണ്ട് വരാവേ. നമ്മള് കപ്പ പൊളിച്ചു, കപ്പ കഴുകി ഇപ്പൊ കൊത്തുക കേട്ടോ. അങ്ങനെ നമ്മൾ കപ്പ കൊത്തി കഴിഞ്ഞു. ഇതേ സമയം നോക്കിക്കേ, ഇതേ 2:30 ആവുക. എനിക്കൊന്ന് രാവിലെ പ്രായം തുടങ്ങിയതാ, പക്ഷെ ഇപ്പൊ നല്ല വിഷമായിട്ടോ. നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാം. ചില മുളക് പൊടിയും ഉപ്പും മഞ്ഞളും മീറ്റ് മസാല തിരി പിടിപ്പിക്കാം. അതിന് തിരി പിടിപ്പിച്ചു. ഇത് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഞ്ചിയും ഉള്ളിയൊക്കെ എടുക്കാം. അങ്ങനെ സവോളയുടെ പണി കഴിഞ്ഞു. നമ്മളിപ്പോൾ 2 സവോളയായിട്ട് എടുത്തേക്കുന്നേ. ഇനിയിപ്പോൾ കുറച്ച് ചെറുള്ളിയുടെ ആവശ്യമുണ്ട്, അത് വൃത്തിയാക്കാവേ. ഇത് കഴുകിയെടുക്കാവേ. മുളക്, മല്ലി, മീറ്റ് മസാല, ഗരം മസാല. നമുക്കിതെല്ലാം മിക്സ് ചെയ്യാം. ഇപ്പോഴുള്ളതാണ് ഇച്ചിരി പെരുംജീരകം ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളിയും കാന്താരി, കരിവേപ്പില, മഞ്ഞൾപ്പൊടി. അരപ്പിടാം, ഉപ്പിടാം. ഇനി എല്ലാം ഒഴിക്കാം. മസാല ഇവിടെ കടുകൂടെ വറുത്ത് ചേർക്കാം. കടുക് വറുത്ത് ചേർക്കാം. സാധനം റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഇച്ചിരി അച്ചാറും ജള്ളസും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കേട്ടോ. എനിക്ക് അതിനുള്ള സമയമില്ല, എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. ഇത് കഴിച്ചു നോക്കട്ടെ. സൂപ്പർ സാധനം കേട്ടോ. ഉമ്മച്ചിയുടെ ഏറ്റവും നല്ലൊരു ഫുഡാണ് കപ്പയില്ലെന്ന് പറയുന്നത്.